എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഒരു മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ പോണത് നമ്മുടെ അടുത്തുള്ളൊരു പ്രൊവിൻസിലേക്കാണ് കേട്ടോ. 2 ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ വിത്ത് ഫാമിലി. അപ്പോൾ എല്ലാവരും ഇല്ല, അനന്തും ഉണ്ട് നമ്മുടെ കൂടെ, അതുപോലെ തന്നെ അച്ചായി അമ്മയുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് PIയിലാണ് കേട്ടോ. ഒരു ഐലൻഡാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കോട്ടേജിലാണ് സ്റ്റേ. ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞതൊരു ഗ്രാമം പോലെയാണ് കാണാനായിട്ട്. ഞങ്ങളവിടെ ഏകദേശം ഒരു 6:30 എത്തിയത്. നമ്മളിടയിൽ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിർത്തിയ കാരണം കുറച്ച് ലേറ്റായി. എന്നാലും നല്ല സണ്ണി ഡേ ആയ കാരണം സൺസെറ്റ് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റിയിട്ടോ. കോട്ടേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ടേബിളും ചെറിയ സീറ്റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നിരിക്കാനൊക്കെ പറ്റിയതാണ്. സത്യം പറഞ്ഞാൽ വെയിലുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. പിന്നെ അപ്പുറത്തേക്ക് ആൾക്കാരുള്ള നമ്മളങ്ങനെ ഇരുന്നില്ല. പിന്നെ കോട്ടേജിൻ്റെ അകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു വരാന്തയുണ്ട്. അവിടെ ഫുൾ ഗ്ലാസ് ഇട്ടിട്ടാണ് നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. പിന്നെ കയറി വരുന്നത് ഹാളിലേക്ക്. അതുപോലെ തന്നെ അവിടെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ്. ചെറിയൊരു കോട്ടേജാണ് കേട്ടോ. നമ്മൾ ഹറിബറി ആയിട്ട് എടുത്ത കാരണം നമ്മളങ്ങനെ അതും ഒരു ദിവസത്തെ നൈറ്റ് മാത്രമേ നമ്മൾ സ്റ്റേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ജസ്റ്റ് സ്റ്റേ ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ ഈ കോട്ടേജ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു 2 ബെഡ്റൂം കോട്ടേജാണ്. ഇതിനകത്ത് ഇങ്ങനൊരു റൂമുണ്ട്. ചെറിയ റൂമുകളായിരുന്നു, എന്നാലും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് അത്ര തന്നെ. അപ്പോൾ ഇതൊരു റൂം. ഇവിടെയാണ് കേട്ടോ അച്ചായി അമ്മയൊക്കെ കിടന്നത്. നമ്മളിതിൻ്റെ അപ്പുറത്തെ റൂമിലാണ് കിടന്നത്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിള്, അതുപോലെ തന്നെ ചെറിയൊരു വിൻഡോ, അതുപോലെ തന്നെ ഈ കോട്ടേജിനകത്തൊരു കോമൺ വാഷ്റൂമാണ് ഇട്ടുണ്ടായിരുന്നത്. ടോയ്ലറ്റ് കം ടബ് വരുന്നൊരു ടൈപ്പ് വാഷ്റൂമും ഫുൾ ബാത്റൂമും. ഇതായിരുന്നു സെക്കൻഡ് റൂം. ഞാനും ഏട്ടനും അവളും സെക്കൻഡ് റൂമിലായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നേരത്തെ കണ്ട പോലത്തെ ഒരു ചെറിയ റൂം തന്നെയാണ് കേട്ടോ, സെയിം. ഇവിടെ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു റൂം. സൈഡിലൊരു ലാമ്പും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നത് ഒരു അപ്പർ ബർത്ത് പോലെയായിരുന്നു കേട്ടോ. ഇത് സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ട്രീ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചുമ്മാ 2 ബെഡ് ഇട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ കൺസെപ്റ്റാണിതും. സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം റൂമിലൊക്കെ വന്ന് ഇത്രയും ട്രാവൽ ചെയ്തല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ബാക്ക് യാർഡിലും കാര്യങ്ങളിലൊക്കെ ചുറ്റി നടന്നു. അപ്പോൾ ഇതായിട്ട് ലഗേജൊക്കെ എടുത്ത് വരാം. അപ്പം നമ്മൾ ലഗേജൊക്കെ ഇറക്കി. നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയ കാരണം തന്നെ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ അടിപൊളി വീട് പോലത്തേക്ക് സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒക്കെ ബുക്ക്ഡായിരുന്നു. സമ്മർ ടൈം ആകുമ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്. ഇതാണ് കേട്ടോ ബാക്ക് യാർഡ്. നല്ല രസമല്ലേ കാണാൻ. ഒരാളതേ പുറത്തിറക്കിയിട്ടപ്പോൾ പിന്നെ ആൾ കയറുന്നില്ലായിരുന്നു അകത്ത്. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് അവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് വന്നേക്കാണ് കേട്ടോ. കാവൻഡിഷ് ബീച്ച്. ഞാൻ ഫസ്റ്റ് കാനഡ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബീച്ചാണ്. സംഭവം ഇപ്പോഴല്ല കേട്ടോ, കുറച്ചുകൂടെ പ്രോപ്പർ സമ്മറായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു. ഇവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. ഇവിടെ പച്ചപ്പായി വരുന്നുള്ളൂ, പക്ഷെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള സെറ്റപ്പും. സൺസെറ്റ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. PIയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ ഈ കാവൻഡിഷ് ഫെസ്റ്റിവൽ ഇവിടുത്തെ ഭയങ്കര വലിയ സംഭവമൊക്കെയാണ് കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സീസൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് കാവൻഡിഷ് ഫെസ്റ്റിവൽ. അതൊരു 1 വീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഞാൻ 2022 ഇവിടെ ഫസ്റ്റ് വന്നത്. അധികം തണുപ്പില്ല കേട്ടോ. നമ്മളെല്ലാവരും സമ്മർ ഡ്രസ്സിൽ തന്നെയാണ്. വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഒരാൾക്ക് സ്ട്രോളറിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു. എന്നാൽ പിന്നെ ആഗ്രഹം നടത്താമെന്ന് വെച്ചിട്ട് നമ്മൾ സ്ട്രോളറിൽ നിന്ന് എടുത്ത് അവളെ ബീച്ചിലിറക്കി. അപ്പോൾ ആൾക്ക് തണുത്തിട്ടാണെങ്കിൽ നിൽക്കാനും പറ്റുന്നില്ല, ഷൂസ് ഒന്നും ഇട്ടില്ലായിരുന്നല്ലോ, അപ്പം നിൽക്കാനും പറ്റുന്നില്ല, ആൾ കരച്ചിലേക്കായി. ഇപ്പോൾ ഈ കാണുന്ന തീരത്തൊക്കെ ഉണ്ടല്ലോ, പ്രോപ്പർ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരായിരിക്കും. എല്ലാവരും ഈ പറഞ്ഞ പോലെ സൺ ബാത്ത് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കിടക്കുന്നത് കാണാം. ഞങ്ങളന്ന് വന്ന സമയത്ത് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കിട്ടുന്നില്ലായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചുമ്മാ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ബീച്ച്, കാരണം ഒരു സമാധാനപരമായൊരു അന്തരീക്ഷമായിരുന്നു. അപ്പം നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഷാർലറ്റ് ടൗണിൽ പോവാണ്, നൈറ്റ് വൈബിന് അല്ലേ. സൺസെറ്റ് ആയി തുടങ്ങി. സൺ കിസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സമയത്ത് മുഖത്തേക്ക് ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് വീട്ടിലും കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്തു. അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു എന്ന് പറയുണ്ടായി. അങ്ങനെ ഷാർലറ്റ് ടൗണിലേക്ക് പോണ വഴിക്ക് ഇവിടുത്തെ ലിക്കർ സ്റ്റോറിൽ കയറി കേട്ടോ. അച്ചായിക്കും ഏട്ടനൊക്കെ കൂടിയിട്ട് നൈറ്റ് അവർക്ക് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഞാനും ചുമ്മാ കയറി ഇവിടുത്തെ ലിക്കർ സ്റ്റോർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, സ്ട്രക്ചറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം, അല്ലാതെ സംഭവം ഉൾഭാഗമൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എന്താണ്ടൊക്കെ സെലക്ട് ചെയ്യായിരുന്നു. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കായിരുന്നു. വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ഞാനുള്ള ഷോർട്സൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അവർ രണ്ടാളും ഏത് ബ്രാൻഡ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് ഐഡിയ ഇല്ലാത്ത കാരണം ചുമ്മാ അവിടെ വീഡിയോയും പിടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റോറുകളിലെല്ലാം സെയിം ബ്രാൻഡുകളൊക്കെ തന്നെ. അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് വാൾമാർട്ടിലേക്കായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇതാ വാൾമാർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. പോവാം. നമ്മളിതാ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പുറത്തേക്കായിരുന്നു. കുറച്ച് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. ബാക്കി വിശേഷം ഇനി ഷാർലറ്റ് ടൗണിൽ എത്തിയിട്ട് കാണാം. PIയിൽ തന്നെ ഒരു ഹാപ്പനിങ് ടൗൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു നല്ല വൈബുള്ള നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു ടൗൺ ആണ് കേട്ടോ ഈ ഷാർലറ്റ് ടൗൺ. ഞാനിവിടെ 3ാമത്തെ വട്ടമാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ ഷാർലറ്റ് ടൗണിലെത്തി. ഇനി ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ഈ കട വേറെ ഇത് കുറച്ച് നല്ല റിവ്യൂസൊക്കെ കണ്ട് കയറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവർ കയറിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട സീറ്റിംഗ് സംഭവങ്ങളൊക്കെ അറേഞ്ച് തന്നു. ഇതിനകത്ത് ബാറിൻ്റെ ഒരു സെറ്റപ്പും കൂടിയുണ്ട്. കംപ്ലീറ്റ് ഫാമിലി റെസ്റ്റോറൻ്റ് ഒന്നല്ല. ഇവിടെ പുറത്തിരിക്കാൻ നമുക്ക് പുറത്ത് കുറച്ച് തണുപ്പുണ്ടായിരുന്നു രാത്രിയായപ്പം, അതുകൊണ്ട് നമ്മൾ അകത്ത് തന്നെയാണ് ഇരുന്നത്. ഒരു പാട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക സ്പോർട്സ് ബാറൊക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പായിരുന്നു. എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ നമ്മൾ. നമ്മൾ അവിടുത്തെ മെനു ഒക്കെ നോക്കി പറഞ്ഞ പോലെ നമുക്കൊന്നും ഫെമിലിയർ ആയിട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ വന്ന ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു ചിക്കൻ്റെ ഐറ്റം, ഏട്ടനൊരു ബീഫ്, അതുമാതിരി തന്നെ അനന്തും അമ്മയൊക്കെ ഫിഷ് അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അച്ചായും ഈ പറഞ്ഞ പോലെ സാലഡ് എന്തോ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ സ്കാലപ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടനും അതുപോലെ തന്നെ പറഞ്ഞപ്പോൾ അഭിപ്രായമായിരുന്നു മൊത്തത്തിൽ ഫുഡ് ആർക്കും അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനടുത്തുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വേറെയും കുറച്ച് ഫുഡ് ഐറ്റംസ് ടേക്ക് ഔട്ട് എടുത്തു. അങ്ങനെ ഒരു ചീറ്റിപ്പോയ ഡിന്നറായിരുന്നു കേട്ടോ നമുക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഏകദേശം ഒരു 11:30-11:45 ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കഥയും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിന്ന് അനന്തുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് ഇടയിൽ വെച്ചിട്ടൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. സ്പെഷ്യൽ ജീവിതത്തിൽ ഇതുപോലെ ദീപം കത്തിച്ച് ദീപം ബാഗൊക്കെ മാറ്റി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ഗൈസ്, അപ്പോൾ ദാ നമ്മളെല്ലാവരും ദാ റെഡി ആയിട്ട് പാക്ക് ചെയ്ത് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളിന്ന് ടുലിപ്സ് ഫാമിലിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ദാ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം.
അവിടുത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത്. കഴിഞ്ഞ വട്ടം നമുക്ക് ചെറുതായിട്ട് പണി കിട്ടിയതാണ്. കാരണം ക്ലൈമറ്റ് ഭയങ്കര ഷോക്കായിരുന്നു. അതാണ് നമുക്ക് ട്യുലിപ്സ് ഫാമിലൊന്നും മര്യാദയ്ക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഫീൽഡുകൾ, അങ്ങനത്തെ പാടം പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഗ്രാമം പോലത്തെ ഒരു ഫീലാണ്. അങ്ങനത്തെ സിറ്റി ലൈഫല്ല, ഒരു കൺട്രി സൈഡാണ്. അപ്പോൾ ഭയങ്കര ഭംഗി, നല്ല പച്ചപ്പും അതുപോലെ തന്നെ പച്ചപ്പും ഹരിതാപകരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവമായിരുന്നു കേട്ടോ. നല്ലൊരു സീനിക് ഡ്രൈവായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ഇനി നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ. ട്യുലിപ്സ് ഫാമിൽ പോണേക്കാൾ മുമ്പ് നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്കൊരു ബ്രഞ്ച് ആക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യൻ സ്പൈസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയത്. ഷാർലറ്റ് ടൗണിൽ തന്നെയുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. വലിയ കാര്യമുള്ള ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അധികം ഇഷ്ടപ്പെട്ടുന്നില്ല. സൂപ്പൊക്കെ നല്ല ഫ്ലോപ്പായിരുന്നു. ഞാൻ അത് കാരണം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. നോക്കി നിങ്ങൾ ഈ ഡ്രൈവ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ ഫാം, അതുപോലെ തന്നെ കുറേ ഇങ്ങനത്തെ പാടം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ, ഇതിലൂടെയുള്ള ഡ്രൈവൊക്കെ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു തിരിച്ച് പോകുമ്പോൾ എനിക്കും കുറച്ച് ഡ്രൈവ് ചെയ്യണം ഈ വഴി പോകണതൊക്കെ. ഏകദേശം ഒരു 11:30 ആയി കാണും കേട്ടോ നമ്മൾ ട്യുലിപ്സ് ഫാമിൻ്റെ അവിടെ എത്താറായപ്പോൾ. ഈ പറഞ്ഞ പോലെ പോണ വഴി മൊത്തം ഇതുമാതിരി കുറേ ഫാമുകളും അത് ഇതൊക്കെയാണ്. ഇവിടെ മെയിനായിട്ട് പൊട്ടറ്റോ ആണ് കേട്ടോ PI ഫേമസ് ആയിരിക്കുന്നത്. പൊട്ടറ്റോൻ്റെ കൃഷിയാണ് ഇവിടെ മെയിനായിട്ടും. നല്ല അടിപൊളി പൊട്ടറ്റോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഫുൾ പാടങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇത് കാനഡയാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നൂല. അങ്ങനത്തെ ഒരു സ്ഥലം സത്യം, ഒരു കൺട്രി, പക്ക ഒരു കൺട്രി സൈഡ്. അങ്ങനെ ഒരു വീടും ഒരു ഫാം, അതിന് ചുറ്റും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അടുത്ത വീട് കാണണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഐലൻഡായ കാരണം തന്നെ അവിടെ ഇവിടെ നമുക്ക് ലേക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തിയത് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലാണ് കേട്ടോ. ഇവിടെ ട്യുലിപ്സിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. 2 മില്യണിലധികം ട്യുലിപ്സ് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയ ദിവസം ഈ പറഞ്ഞ പോലെ നല്ല സണ്ണി ഡേ ആയ കാരണം നല്ല അടിപൊളിയായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഫുൾ ബ്ലൂം ആയിരുന്നു കേട്ടോ ട്യുലിപ്സൊക്കെ. കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അധികം മുട്ടായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വട്ടം കൂടുതൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി ഏരിയ കവർ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ടിക്കറ്റ് കാണിച്ചില്ലേ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരാൾക്ക് എൻട്രിക്ക് $10 വെച്ചിട്ടാണ് കേട്ടോ അഡൾട്ടിന്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത്, അതുപോലെ തന്നെ നമുക്കിവിടെ UPക്ക് ഉണ്ട്. നമുക്ക് തന്നെ ട്യുലിപ്സ് പിക്ക് ചെയ്തെടുക്കാം. ഒരു ബക്കറ്റിന് $25. ബക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. സിസർ കഴിഞ്ഞ വട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വട്ടം അവർ പ്രൊവൈഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ വട്ടം അവർ പറഞ്ഞത് നമുക്കിങ്ങനെ പ്ലക്ക് ചെയ്തെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ബക്കറ്റും എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ഓൾമോസ്റ്റ് ഫുൾ ബ്ലൂം ആയ കാരണം നമ്മൾ വീടെത്തിയപ്പോഴേക്കും ട്യുലിപ്സൊക്കെ ആകെ വാടി നശിച്ചായിരുന്നു. അവളുടെ സ്റ്റോളറൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ. പക്ഷേ ആൾ ആ സ്റ്റോളറിലൊന്നും ഇരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ആൾക്ക് ഇറങ്ങി നടക്കണം എന്നായിരുന്നു. അപ്പോൾ അത് അവൾ ഇറങ്ങി നടക്കുകയാണ് ഏട്ടൻ്റെ കൈയും പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ എൻ്റെ സൈഡിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. നിലത്ത് വീണ് കഴിഞ്ഞാൽ നല്ല പൊടിയാവും, അതുമാതിരി മണ്ണാണല്ലോ അവിടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവൾ ഇടയ്ക്ക് വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബാലൻസ് ചെയ്ത് അങ്ങനെ നടത്തി കൊണ്ടുവരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലും നല്ല ക്ലൈമറ്റായ കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു. ആളത് പൂവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. നമ്മൾ പോയ ടൈമിൽ കുറേ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറേ കപ്പിൾസ്, കുറേ ഫാമിലീസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അച്ചായിക്ക് അമ്മയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അമ്മയും ഞാനൊക്കെ കൂടിയിട്ട് ഈ ട്യുലിപ്സൊക്കെ പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് ഇവിടെ ആഡ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഇട്ടിട്ട്, ഈ ഫോട്ടോസൊക്കെ ഞാനിതിൻ്റെ വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ. കുറേ കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മളങ്ങനെ കുറേ കളേഴ്സുള്ള ട്യുലിപ്സൊക്കെ പ്ലക്ക് ചെയ്തു. നമ്മൾ ആ ബക്കറ്റിൽ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബക്കറ്റും ട്യുലിപ്സൊക്കെ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ ആ റൂട്ടിൽ കൂടെ ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഡ്രൈവൊക്കെ ചെയ്തു. നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ടും രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സീനിക് ഡ്രൈവായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പ് ഒരു വലിയ കാര്യമായിട്ടുള്ളൊരു വലിയൊരു സ്റ്റേക്കേഷൻ എന്നല്ല, എന്നാലും ചെറിയൊരു ട്രിപ്പായിരുന്നെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ വേർത്തായിരുന്നു. ഞാനിപ്പോൾ PIയിലേക്ക് വരുന്നത് 3ാമത്തെ വട്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വട്ടത്തെ പോലെ തന്നെ എനിക്കിപ്പോഴും PI ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊവിൻസാണ്. അപ്പോൾ നമ്മൾ ട്യുലിപ്സ് ഫാമിൽ വെച്ചെടുത്ത ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.